വെൽക്കം സ്റ്റുഡൻസ്. പോളിടെക്നിക് ഫിസിക്സിൻ്റെ നമ്മൾ അപ്ലൈഡ് ഫിസിക്സ് 2-ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് റിവർബറേഷനും എക്കോ ആൻഡ് ഹൗ ടു റെഡ്യൂസ് റിവർബറേഷൻ ടൈം, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ബാക്കി എല്ലാ തവണയും 7 മാർക്കിൻ്റെ എസ്സേ ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇപ്പം നമ്മളൊരു കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് പറയുന്നത്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ സെൻറ്റർ ഒപ്റ്റിക് സെൻറ്റർ ഒ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈ ഒരു ആക്സിസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ 2 ഫോക്കസ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം 2F, ഇവിടെയും 2F. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾ സെയിം ഡിസ്റ്റൻസ് തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്കെയിൽ ഉപയോഗിച്ച് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ്, അതായത് പല പ്ലേസിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റി, അതായത് വളരെ ദൂരെ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അതിനുശേഷം ബിയോണ്ട് 2F ഒബ്ജക്റ്റ് വന്നാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഇനി 2Fൽ ഒബ്ജക്റ്റ് വന്നാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ബിറ്റ്വീൻ F ആൻഡ് 2F ഒബ്ജക്റ്റ് വന്നാൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? അതുപോലെ Fൽ വന്നാൽ, അതുപോലെ Fനും Oയ്ക്കും ഇടയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ എവിടെ ഇമേജ് ഫോം ചെയ്യും? ആ ഇമേജിൻ്റെ നേച്ചർ എന്താണ് എന്നിങ്ങനെ നമ്മളങ്ങനെ ഒരു 6 ഇമേജ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയഗ്രം വരച്ചിട്ട് തന്നെ 5 മാർക്കോളം നേടാൻ പറ്റും. പിന്നെ അതിൻ്റെ നേച്ചറും കൂടി എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 റൂള് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? ഒന്ന്, ഇപ്പോൾ ഇത് ഒപ്റ്റിക് സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ റിഫ്രാക്ഷന് ശേഷം, കാരണം എന്താ, റിഫ്രാക്ഷൻ നടക്കുമല്ലോ, ഇത് ഒരു മീഡിയം, ഇത് മറ്റൊരു മീഡിയം അല്ലേ. ഫോർ എക്സാമ്പിൾ ഇത് എയർ ആണെങ്കിൽ ഇതെന്താണ്, ലെൻസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലാസ് ആണ്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ടാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേ വരുന്നതെങ്കിൽ റിഫ്രാക്ഷന് ശേഷം അത് ഫോക്കസിൽ കൂടിയായിരിക്കും റിഫ്രാക്റ്റഡ് റേ കടന്നു പോകുന്നത്. അതാണ് ഒന്നാമത്തെ റൂള്. ഇനി രണ്ടാമത്തെ റൂള്, ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഫോക്കസിൽ കൂടിയാണ് ഒരു ലൈറ്റ് റേ കടന്നു വരുന്നതെങ്കിൽ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടായിരിക്കും ആ റേ കടന്നു പോകുന്നത്. ഇനി മൂന്നാമത്തെ റൂള്, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടിയാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഡീവിയേഷനൊന്നുമില്ലാതെ അത് കടന്നു പോകുന്നു. ഇതാണ് 3 റൂള്. അപ്പോൾ ഈ 3 റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഫോർമേഷൻ, ഒന്നാമത്തേത്, ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? കോൺവെക്സ് ലെൻസ് വരയ്ക്കണം, ഒപ്റ്റിക് സെൻറ്റർ വരയ്ക്കുക, F കൊടുക്കുക, 2F. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ F1 2F1, അതുപോലെ തന്നെ ഇവിടെ F2 2F2 അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് വളരെ ദൂരെയാണ്. അപ്പം നമ്മളവിടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം വളരെ ദൂരെയാണ്. അപ്പോൾ വളരെ ദൂരെയാണെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ പാരലായിട്ടുള്ള റേ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ റൂള് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പാരലായിട്ടുള്ള റേ ആണ് വരുന്നതെങ്കിൽ റിഫ്രാക്ഷൻ ശേഷം അത് ഇതുവഴി കടന്നു പോകും, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. അപ്പോൾ ഈ 2 റേയും കൂടെ കൂട്ടിമുട്ടുന്ന എവിടെയാണ്? ഈ ഫോക്കസിലാണ് അല്ലേ. അപ്പോൾ ഇവിടെയായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? പ്രിൻസിപ്പൽ ഫോക്കസ് ക്യാപിറ്റൽ Fലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെൻസിൻ്റെ ഈ സൈഡിലാണെങ്കിൽ റിയൽ ഇമേജ് ആയിരിക്കും, ലെൻസിൻ്റെ അതേ സൈഡിലാണെങ്കിൽ വിർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഇമേജ് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ റിയൽ ഇമേജ്. ഇനി ഇത് വളരെ ഡിമിനിഷ്ഡ് ആണെന്ന് പറഞ്ഞാൽ
വളരെയധികം ചെറുതാണ്. ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ചെറുതാണ് ഇമേജ്. അതുകൊണ്ട് നമുക്കതിനെ ഡിമിനിഷ്ഡ് എന്ന് പറയാം, ഡിമിനിഷ്ഡ്. ഇനി മൂന്നാമത്തെ എന്താണ്? ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും, എന്നുവെച്ചാൽ തലകുത്തനെ ആയിരിക്കും അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചല്ലോ. എന്താണ്? ഒന്ന്, ഒബ്ജക്റ്റ് റിയലാണ്, അതുപോലെ ഡിമിനിഷ്ഡ് ആണ്, പിന്നെ ഇൻവേർട്ടഡ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റി ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. ഇനി നേരെ നമുക്ക് തിരിച്ച് പഠിച്ചാൽ മതി. ഫോക്കസിൽ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇമേജ് വരുന്ന എവിടെയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തത്, അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ആയിരുന്നു. ഇനി ഒബ്ജക്റ്റ് വരുന്നത് എവിടെയാണ്? ബിയോണ്ട് 2f ഒബ്ജക്റ്റ് വരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെയായിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ f ആൻഡ് 2f ആയിരിക്കും. അതിപ്പോൾ അതങ്ങ് കാണാതെ നമ്മളൊരു 6 ഉള്ളൂ, അതങ്ങ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് നമുക്ക് വരച്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഇനി 2 റൂൾ അപ്ലൈ ചെയ്യണം. ഞാൻ നേരത്തെ 3 റൂൾ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള 2 റൂൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ആ 2 റേയും കൂടി മീറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഒന്നാമത്തെ റൂൾ ഞാൻ അപ്ലൈ ചെയ്യുവാണ്. അതായത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഒരു റേ വരുന്നു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് റേ വരുന്നതെങ്കിൽ റിഫ്രാക്ഷൻ ശേഷം അത് ഇതുവഴി കടന്നു പോകും, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകും. ഇനി അടുത്ത ഒരു റൂള് ഞാനിപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഒരു റേ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു റേ കടന്നു പോകുന്നു, അതിന് ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നു. അപ്പോൾ ഈ 2 റേയും കൂടി കൂട്ടിമുട്ടുന്നത് മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഇവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. അത് ഇൻവേർട്ടഡ് ആയിട്ട് കാണിക്കുക. ഇനി ഇമേജിൻ്റെ പ്രത്യേകത, ഇതെവിടെയാണ് ആദ്യമേ ഫോം ചെയ്യുന്നതെന്ന് പറയാം. ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ബിറ്റ്വീൻ f ആൻഡ് 2f, ബി ആൻഡ് ബി അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? ബിറ്റ്വീൻ f ആൻഡ് 2f. പിന്നെ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഡിമിനിഷ്ഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വെരി സ്മോൾ സൈസ് എന്ന് എഴുതാം. ഇനി എന്താണ്? ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. സോ റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. ഇനി അടുത്തത്, ഇനി നമ്മൾ F2f ഇത് O എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിയോണ്ട് 2f ആണ് ഒബ്ജക്റ്റ് വെച്ചാൽ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അറ്റ് 2fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും? 2fൽ തന്നെ ആയിരിക്കും. അപ്പോൾ 2 റൂൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഏതാണ്? ഒന്നാമത്തെ റൂള്, പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് ഒരു ലൈറ്റ് റേ വരുന്നു, റിഫ്രാക്ഷന് ശേഷം അത് കടന്നു പോകുന്ന എവിടെയാണ്? എഫിൽ കൂടി കടന്നു പോകുന്നു. ഇനി അടുത്തത്, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു റേ കടന്നു പോകുന്നു, അത് എന്താണ്? യാതൊരുവിധ ഡീവിയേഷനും ഇല്ലാതെ ഇങ്ങനെ കടന്നു പോകുന്നു, യാതൊരുവിധ ഡീവിയേഷനും ഇല്ല. ഈ 2 റേയും കൂടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണോ അവിടെയായിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു. 2fൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഇമേജിൻ്റെ പ്രത്യേകത, 2fലാണെങ്കിൽ 2fൽ തന്നെ ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സൈസ് സെയിം ആണ്, പിന്നെ റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇനി അടുത്തത്, ഇത് F2f. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നേ എന്താണ്? 2fലാണ് ഒബ്ജക്റ്റ് വെച്ചല്ലേ? ഇനി അവിടെ ഒബ്ജക്റ്റ് വെക്കണം, ബിറ്റ്വീൻ f ആൻഡ് 2f ഒബ്ജക്റ്റ് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ ബിയോണ്ട് 2f ഒബ്ജക്റ്റ് വെച്ചപ്പോൾ ഇമേജ് ഫോം ചെയ്തത് ബിറ്റ്വീൻ f ആൻഡ് 2f ആണ്. ഇനിയിപ്പം ബിറ്റ്വീൻ f ആൻഡ് 2f ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഫോം ചെയ്യണം? ബിയോണ്ട് 2f ഇമേജ് ഫോം ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ റൂൾ അപ്ലൈ ചെയ്യാണ്. ഒരു പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടുള്ള ഒരു റേ വരുന്നു, അത് കടന്നു പോകുന്നത് എങ്ങനെയാണ്? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അടുത്തത്, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു റേ വരുന്നു, അത് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്നു. ഇനി ഇവിടെയായിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു, അതായത് 2fന് ബിയോണ്ടായിട്ട് ഇമേജ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കറക്റ്റ് സ്കെയിലൊന്നും അല്ല വരയ്ക്കുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് വരച്ച് നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇൻവേർട്ടഡ് ആണ്, ഇമേജ് ഇൻവേർട്ടഡ് ആണ്, ഒബ്ജക്റ്റിനേക്കാൾ ലാർജർ സൈസാണ്, അതുപോലെ റിയൽ ഇമേജ് ആണ്. ഇനി അടുത്തത് F2f. ഇനി നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെക്കണം?
എഫിൽ ഒബ്ജക്റ്റ് വെക്കണം. ഞാൻ ഫസ്റ്റ് എന്താ പറഞ്ഞത്, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിൽ. അപ്പോൾ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കണം, ഇൻഫിനിറ്റിയിലായിരിക്കണം ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ റൂൾ അപ്ലൈ ചെയ്യുന്നു. ഒരു പാരലൽ റേ വരുന്നു, റിഫ്രാക്ഷന് ശേഷം എഫിൽ കൂടി അത് കടന്നു പോകുന്നു. പിന്നെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു റേ ഇങ്ങനെ ഡീവിയേഷനൊന്നും ഇല്ലാതെ കടന്നു പോകുന്നു. ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ട് കാണിക്കുക. ഓക്കെ, അത് ഇൻഫിനിറ്റിയിൽ എവിടെയോ ഫോം ചെയ്യുന്നു എന്ന് കാണിക്കുക. ഇനി അടുത്തത് വരുന്നത് എന്താണ്, അവസാനത്തത് ഇത് O, F, 2F, F, 2F. ഇനി ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്, ഒയ്ക്കും എഫിനും ഇടയിലായിട്ട് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. അതൊരു വിർച്വൽ ഇമേജ് ആയിരിക്കും, അതായത് ലെൻസിൻ്റെ അതേ സൈഡിൽ തന്നെയായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഒരു പാരലൽ റേ വരുന്നു, റിഫ്രാക്ഷന് ശേഷം അത് എഫിൽ കൂടി കടന്നു പോകുന്നു. ഇനി ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി ഒരു റേ വരുന്നു, അത് യാതൊരുവിധ ഡീവിയേഷനും ഇല്ലാതെ കടന്നു പോകുന്നു. ഇതിനെ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ യോജിപ്പിക്കുക, എന്നിട്ട് ഇവിടെയായിട്ട് ഒരു ഇമേജ് കാണിക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഈ ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇത്രയും നേരം നമുക്ക് ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലല്ലേ കിട്ടിയത്, അതെല്ലാം റിയൽ ഇമേജാണ്. ഇതെന്താണ്, വെർച്വൽ ഇമേജാണ്. പിന്നെ ഇതെന്താണ്, സൈസ് എന്ന് പറഞ്ഞാൽ ലാർജാണ്. പിന്നെ നമുക്കറിയാം മറ്റേതെല്ലാം എന്താണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. പക്ഷേ ഇതെന്താണ്, ഇറക്റ്റാണ്, നേരെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഇമേജ് ഫോർമേഷനാണ് പഠിക്കേണ്ടത്. അതിൽ ഈ ലാസ്റ്റ് വൺ ഉണ്ടല്ലോ, ഈ സെയിം ഡയഗ്രമാണ് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനും പ്രയോജനകരമാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് പഠിക്കുമ്പോഴും നമുക്കതിൽ ഈസിയാകും. ഇപ്പം നോക്കിയേ, ഇതിൻ്റെ അകത്ത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺവെക്സ് ലെൻസ്, ഈ 6 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻഫിനിറ്റി ആണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്, ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യും. ഫോക്കസിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്, റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. ഇനി ബിയോണ്ട് 2F ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ F ആൻഡ് 2F. ഇനി ഇമേജിൻ്റെ നേച്ചർ ചോദിക്കും. നേച്ചർ എന്താണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, അല്ലെങ്കിൽ വെരി വെരി സ്മോൾ. ഇനി അറ്റ് 2Fലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, അറ്റ് 2F തന്നെയാണ്. ഇമേജിൻ്റെ പ്രത്യേകത, നേച്ചർ എന്താണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസാണ്. ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസ് തന്നെയായിരിക്കും ഇമേജിൻ്റെ സൈസും. ഇനി ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്ന് വിചാരിക്കുക. ബിറ്റ്വീൻ F ആൻഡ് 2F ആണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, ബിയോണ്ട് 2F ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ഈ ഒരു 2 കേസിൽ ഇമേജ് വളരെ ചെറുതാണ്. അറ്റ് 2F വരുമ്പോഴത്തേക്കും സെയിം സൈസാണ്. ഇനി ബിറ്റ്വീൻ F ആൻഡ് 2F ആണെങ്കിൽ അവിടെ മുതൽ എന്തായിരിക്കും, ഇമേജിൻ്റെ സൈസ് കൂടാനായിട്ട് തുടങ്ങും. അപ്പോൾ ബിയോണ്ട് 2F ആണെങ്കിൽ ഇമേജിൻ്റെ സൈസ് കൂടുതലാണ്, റിയലാണ്, ഇൻവേർട്ടഡ് ആണ്. ഇനി അറ്റ് Fലാണെങ്കിൽ ഇമേജ് എവിടെ വരും, ഇൻഫിനിറ്റി ആയിരിക്കും ഇമേജ് വരുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്താണ്, ബിറ്റ്വീൻ F ആൻഡ് O. F എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ എന്ത് കിട്ടും, സെയിം സൈഡ് ഓഫ് ദി, അതായത് ഒബ്ജക്റ്റ് ഏത് സൈഡിലാണോ വെക്കുന്നത് അവിടെ തന്നെയായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. ആ ഇമേജ് എന്താണ്, വെർച്വൽ ഇമേജ് ആണ്, സൈസ് ലാർജറാണ്, അതുപോലെ ഇൻവേർട്ടഡ് അല്ല, അതെന്താണ്, ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇതും 2-3 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള